ദൈവസന്നിധിയിലെ പ്രാർത്ഥനയോടെ ഇന്ന് പകലും തിരുമുഖത്തേക്ക് നോക്കാം. ദൈവസന്നിധിയിലെ കടന്നു വന്ന എല്ലാ പ്രിയവർക്കും കർത്താവായ യേശുക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനത്തെ പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഏറിയ പ്രാർത്ഥനയോടെ തുടർന്നുള്ള അല്പസമയങ്ങൾ നമ്മൾ ഒരുമിച്ച് ദൈവവചനത്തിന് മുമ്പാകെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കേണ്ടതിനും നമുക്ക് ആവശ്യമുള്ളത് നൽകി നമ്മളെ സമാധാനത്തോടെ മടക്കി അയക്കേണ്ടതിനും ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി ഏൽപ്പിക്കാം. വേഗത്തിൽ വചനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ആരാധനയോടനുബന്ധിച്ച് PIPയുടെ മീറ്റിങ്ങും നടക്കേണ്ടത് കൊണ്ട് ദീർഘമായ ഒരു പ്രഭാഷണത്തിന് മുതിരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ എൻ്റെ വാക്കുകൾക്ക് വിരാമം കൊടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. വായിച്ച സങ്കീർത്തനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിൻ്റെ തലക്കെട്ട് ഒന്ന് വായിക്കാമോ? മതി. ദാവീദിനെ കൊല്ലേണ്ടതിന് ശൗൽ അയച്ച ആളുകൾ വീട് കാത്തിരുന്ന കാലത്ത് ശമച്ചത്. സങ്കീർത്തനത്തിന്റെ പശ്ചാത്തലം അവിടെ തന്നെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. ദാവീദിനെ കൊല്ലുവാൻ ശൗൽ രാജാവ് പല പ്രാവശ്യം പല പദ്ധതികൾ ഒരുക്കി. ആ സമയത്തൊക്കെ ദൈവം ശൗലിന്റെ കയ്യിൽ നിന്ന് ദാവീദിനെ വിടുവിച്ചു. ഇതിന്റെ പശ്ചാത്തലം ജസ്റ്റ് വേഗത്തിലൊന്ന് വായിച്ചു വിടാമെങ്കിൽ ഞാൻ അധികം പറയാതെ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുമല്ലോ. 1 ശമൂവേൽ 19-ാം അധ്യായത്തിന്റെ 9 മുതൽ ഉള്ള വാക്യങ്ങൾ 8 മുതൽ അങ്ങ് വായിച്ചോളൂ. പിന്നെയും 1 ശമൂവേൽ 19-ന്റെ 8 മുതൽ. അതെ, ഇതാണ് ഈ സങ്കീർത്തനം എഴുതിയതിന്റെ പശ്ചാത്തലം. വളരെ വ്യക്തമായിട്ട് തന്നെ നമുക്കത് വായിച്ചപ്പോൾ മനസ്സിലായല്ലോ. ഫിലിസ്തീനുമായുള്ള യുദ്ധത്തിൽ ദാവീദ് മുന്നണിയിൽ നിന്ന് ഫിലിസ്തീനെ കഠിനമായി തോൽപ്പിച്ചു. ദാവീദാണ് ഫിലിസ്തീനെ തോൽപ്പിച്ചത്. വിജയത്തിന്റെ മഹത്വം കിട്ടിയത് ശൗലിന്. എന്നാൽ തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിച്ചത് 9-ാം വാക്യത്തിൽ യഹോവയുടെ പക്കൽ നിന്നും ദുരാത്മാവ് പിന്നെയും ശൗലിന്റെ മേൽ വന്നു. അടുത്ത ഭാഗത്ത് ഓർക്കണം, ദാവീദിൽ ഒരു ജയം നേടിക്കൊടുത്തു. പക്ഷെങ്കിൽ ഒരു ദുരാത്മാവ് വ്യാപരിച്ചവൻ ചെയ്തത് കുന്തമെടുത്ത് ദാവീദിനെ കൊല്ലുക. ദാവീദ് ആ തക്ക സമയത്ത് മാറിക്കളഞ്ഞതുകൊണ്ട് കുന്തം ദേഹത്ത് കൊണ്ടില്ല, ഭിത്തിയെ തറച്ചു. അങ്ങനെങ്കിൽ ഓർക്കണം, ദാവീദ് അവിടെ നിന്നിരുന്നെങ്കിൽ താൻ മരിച്ചേനെ. കൊല്ലാനാ കുത്തിയത്. ദാവീദ് അവിടുന്ന് ഓടി രക്ഷപ്പെടുന്നു. ഞാൻ ആ ഭാഗത്ത് അധികം വിശദീകരണം കൊടുക്കുന്നില്ല, ഒറ്റ വാക്കെന്ന് പറഞ്ഞോട്ടെ. കുന്തം കൊണ്ട് കുത്തുന്നു, ദാവീദ് രക്ഷപ്പെടുന്നു. ഇതിൽ കുന്തം കുത്താൻ ഉപയോഗിച്ചവന്റെ വ്യാപരിച്ചതെന്താ? ദുരാത്മാവ. ഒരു ആത്മീയർത്ഥം ഞാൻ പറഞ്ഞ് മുന്നോട്ട് പോകാം. വാക്കുകൊണ്ട് ചിലപ്പോൾ നമുക്ക് വളരെ കുത്താൻ പറ്റും. സദൃശവാക്യത്തിൽ പറയുന്നുണ്ട്, വാളുകൊണ്ട് കുത്തും പോലെ മൂർച്ചയുള്ള നാവുള്ളവരുണ്ട്. നമ്മളെ ഒന്ന് പരിശോധിച്ചോണം. ഞാൻ മറ്റൊരാളെ വേദനിപ്പിക്കാനായിട്ട് എൻ്റെ ഭാഗത്തു നിന്ന് എൻ്റെ നാവെടുത്ത് കുന്തം പോലെ ഉപയോഗിക്കുന്നെങ്കിൽ നമ്മളിൽ വ്യാപരിക്കുന്ന ആത്മാവ് ഏതാണെന്ന് നമ്മൾ ഒന്ന് നമ്മളെ തന്നെ പരിശോധിക്കണം. ഇത് പറയുമ്പോൾ ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, ഇന്നാര് എന്ന് പറഞ്ഞു പോകല്ലേ, എന്നിലുണ്ടോ എന്ന് നോക്കിയാൽ മതി. നമ്മൾ ചിലരെയൊക്കെ അങ്ങ് വിധിക്കും. അവരിൽ വ്യാപരിക്കുന്നത് അതെന്തുമായിക്കോട്ടെ, അത് അവരും ദൈവമായിട്ട് തീർക്കട്ടെ. നമ്മൾ പറയണം, കർത്താവെ, ഈ ശൗല് കുന്തമെടുത്ത് കുത്തിയതുപോലെ എൻ്റെ നാവെടുത്ത് ആരെയും കുത്താൻ ഞാൻ ശ്രമിക്കുന്നെങ്കിൽ എന്നിൽ വ്യാപരിച്ച ആത്മാവിനെ പുറത്താക്കണമെന്ന് ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചതാണ്. എൻ്റെ വാക്ക് കൊണ്ട് വേറൊരാൾക്ക് വേദന ഉണ്ടാകരുത്. ഞാൻ വേഗത്തിൽ ആ ഭാഗത്ത് മുന്നോട്ട് പോവുകയാണ്. ആ ദാവീദ് അവിടുന്ന് ഓടിപ്പോയി വീട്ടിൽ ചെന്നു. ശൗലിന്റെ മകളായ ദാവീദിന്റെ ഭാര്യ മീഖൾ തന്നോട് പറഞ്ഞു, ഇവിടെ പാർത്താൽ കൊല്ലും. അന്ന് രാത്രി തന്നെ ശൗല് പട്ടാളത്തെ അയച്ചു. ദാവീദിനെ പിടിക്കണം, കൊണ്ടുപോകണം. ഈ പട്ടാളത്തെ അയച്ചപ്പോൾ ദാവീദിന്റെ ഭാര്യ വളരെ വിദഗ്ധമായ ഒരു മറുപടി കൊടുത്തു. അവന് സുഖമില്ലാതെ കിടക്കുക. പക്ഷെ ഓൾറെഡി അവിടെ സംഭവിച്ചത് നമ്മൾ വായിച്ചു. ആ രാത്രി തന്നെ
മീഖള് പറഞ്ഞു, ഇവിടെ നിന്നാൽ അപകടമാണ്, നീ രക്ഷപ്പെട്ടുകൊള്ളുക. വീടിന്റെ കിളിവാതിൽ വഴി ഇറക്കി വിട്ടു. പുറകിലത്തെ വാതിൽ വഴി ഇറക്കി വിട്ടു. ശൗലിന്റെ ആൾക്കാർ കാവൽ നിന്നവർ കണ്ടില്ല. ഈ മീഖൾ ചെയ്തൊരു കാര്യം, കട്ടിലേൽ ഒരു ബിംബം കൊണ്ട് കിടത്തി. അതിനെ അങ്ങ് പുതപ്പിച്ചു. തലയിൽ കോലാട്ടുരോമം കൊണ്ട് പുതപ്പിച്ചു. ദൂരെ നിന്ന് ഒരാൾ വന്ന് നോക്കുമ്പോൾ ആരോ ഒരാൾ കിടക്കുന്നു. ശൗലിന്റെ ആൾക്കാർ, പട്ടാളമല്ലേ, അവർ ഇടിച്ചു കയറി വീട്ടിൽ ചെന്നു. ദാവീദ് പറഞ്ഞു, ശൗല് പറഞ്ഞു, ഇതാണ്, രോഗിയാണെങ്കിൽ കട്ടിലോടിങ്ങി എടുത്തുകൊണ്ട് പോവാ. രോഗിയാണെങ്കിലും കൊല്ലുന്നതിനും യാതൊരു മടിയുമില്ല. കട്ടിലോട് എടുത്തുകൊണ്ട് വരിക എന്ന് പറഞ്ഞപ്പോൾ ചെന്നപ്പം കണ്ടതെന്തുവാ? ബിംബമാ. ദാവീദ് അവിടെ ഇല്ല. ശൗല് ചോദിച്ച ചോദ്യമുണ്ട്, നീ എന്തിനാ എന്നോട് ഈ ചതി കാണിച്ചത്? ഞാൻ നിന്റെ അപ്പനല്ലേ? മീഖള് പറയുന്നത്, ഞാൻ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ എന്നെ കൊല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിട്ടയച്ചതാ. അങ്ങനെ ദാവീദ് അവിടുന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോയി. ഈ സാഹചര്യത്തിൽ താൻ പാടുന്ന പാട്ടാണ് 59-ാമത്തെ സങ്കീർത്തനം. ഞാൻ ആ പശ്ചാത്തലത്തിൽ ഇറങ്ങുന്നില്ല. ആ പാട്ടിന്റെ വരികൾ, ആദ്യത്തെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചു. താൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ, എനിക്ക് ഒത്തിരി ശത്രുക്കളുണ്ട്, അവരുടെ കയ്യിൽ നിന്ന് തന്നെ വിടുവിക്കണമേ. വായിച്ചോളൂ. ആ ആ മതി. ആ ഭാഗം താഴോട്ട് വായിച്ചു വരുമ്പോൾ തന്റെ വേദനയാ. ആ ദുഃഖത്തിൽ നിന്ന് താൻ പാടുക, കർത്താവേ, ഞാൻ തെറ്റൊന്നും ചെയ്തില്ല. ഇനി അല്പം കൂടി ഇതിന്റെ പശ്ചാത്തലം ഞാൻ ഒന്നുകൂടെ ഉറപ്പിച്ചോട്ടെ. താൻ ചെയ്തത് യുദ്ധം ചെയ്ത് ഫെലിസ്തരെ തോൽപ്പിക്കുക ചെയ്ത്. ശൗലിനെ കൊണ്ട് കഴിയാഞ്ഞത്, ദാവീദ് അവിടെ യുദ്ധം ചെയ്ത് ഫെലിസ്തരെ പരാജയപ്പെടുത്തിയപ്പോൾ ആ സന്തോഷത്തിന് പാരിതോഷികം എന്തെങ്കിലും കൊടുക്കുക, അല്ലെങ്കിൽ നല്ലൊരു അഭിനന്ദന വാക്കുകൾ പറയുക, ഇതാണ് ചെയ്യേണ്ടത്. പക്ഷെങ്കിൽ ഇതിന് പകരം ശൗൽ ചെയ്തത് കുന്തം കൊണ്ട് കുത്തുക. ഞാൻ പറയുകയാണ്, കർത്താവ്, എന്റെ പക്കൽ അകൃത്യമൊന്നുമില്ല, പക്ഷെ എന്നെ ഉപദ്രവിക്കുന്നവർ വളരെയാ എന്ന് പറഞ്ഞുകൊണ്ട് തന്റെ വേദന താൻ ദൈവസന്നിധിയിൽ പകരുക. വ്യക്തമായി ദൈവമക്കളുടെ ആശയം മനസ്സിലാക്കുക. പലപ്പോഴും നമ്മുടെ വേദന പങ്കുവെക്കുവാൻ ആരുമില്ല എന്ന് ഒരുപക്ഷെ നമുക്ക് തോന്നിയാലും ഭൂമിയിലും ആരൊക്കെയോ ഉണ്ടോ നമുക്കറിയാവുന്നിട്ട. നമ്മൾ പറയും, എനിക്ക് ആരുമില്ല, ഞാൻ ആരോട് പറയാനാ? നിങ്ങൾക്ക് പറയാനും ഭൂമിയിലും ആരെങ്കിലും ഒക്കെ ഉണ്ട്. നിങ്ങളത് തിരിച്ചറിയണം. ഇനി അഥവാ ഒരു മനുഷ്യനും ഇല്ലെങ്കിലും എനിക്ക് വേദന പറയാൻ ഒരാൾ മുകളിലുണ്ടല്ലോ. എനിക്കൊരു ദൈവമില്ലേ? എനിക്കൊരപ്പനില്ലേ? എന്റെ ഭാരം കേൾക്കാൻ എനിക്കൊരപ്പൻ ഉണ്ടെന്നുള്ള ബോധ്യത്തോട് ആ അപ്പന്റെ സന്നിധിയിൽ താൻ നിലവിളിക്കുക. ദൈവസന്നിധി താൻ പ്രാർത്ഥിച്ചു വരുമ്പോൾ, ഞാൻ ആ ഭാഗത്തേക്കൊന്നും ഇനി അധികം പോകാൻ ആഗ്രഹിക്കുന്നില്ല. താൻ ഇങ്ങനെ വേദനയോട് പ്രാർത്ഥിച്ചു വന്നപ്പോൾ തൻ്റെ ഉള്ളിൽ ഒരാശയം ദൈവം കൊടുത്തു. നമ്മൾ ഇന്ന് പകൽ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന അതാണ്. 10-ാമത്തെ വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ. മതി. എൻ്റെ ദൈവം തൻ്റെ ദയയാൽ താൻ ദൈവസന്നിധിയിൽ തൻ്റെ വേദനകൾ, ഭാരങ്ങൾ പറഞ്ഞു വന്നപ്പം പെട്ടെന്ന് തൻ്റെ ഉള്ളിലൊരു ബോധ്യം വന്നു, എന്നെ എതിരേൽക്കുന്ന ഒരു ദൈവം എനിക്കുണ്ടല്ലോ. ശൗൽ എന്നെ എതിരേൽക്കുവല്ല, എന്നോട് എതിർക്കുക. എന്നെ എതിരേൽക്കേണ്ട സ്ഥാനത്ത് ആ യുദ്ധത്തിൽ ഫെലിസ്തരെ കഠിനമായി പരാജയപ്പെടുത്തിയെടുത്ത് എന്നെ എതിരേറ്റ് എന്നെ മാനിക്കേണ്ട സ്ഥാനത്ത് എനിക്കെതിരെ കുന്തം ഉപയോഗിച്ച് എന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചെടുത്ത കർത്താവേ, ദയയാൽ എന്നെ എതിരേൽക്കുന്നൊരു ദൈവം എനിക്കുണ്ട്. ഇന്ന് പകൽ ദൈവമക്കളെ തിരിച്ചറിയണം. കുന്തം ഏതു ഭാഗത്തു നിന്ന് വരട്ടെ, ഇല്ലായ്മ ചെയ്യുവാൻ വാക്കുകൾ കൊണ്ട് നമ്മുടെ നേരെ ആരെങ്കിലും ഒക്കെ കടന്നു വരട്ടെ, എൻ്റെ നല്ല കാര്യങ്ങൾ ഒന്നും ഓർക്കാതെ ഞാൻ ചെയ്ത ഉപകാരങ്ങളൊക്കെ മറന്നിട്ട് എനിക്ക് വിരോധമായി പലരും പലതും കാണിക്കുമ്പോൾ എന്നെ എതിരേൽക്കുന്നൊരു ദൈവം എനിക്കുണ്ട്. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. നമുക്ക് വലിയ ബോധ്യമുണ്ടാകണം, എന്നെ ഏത് സാഹചര്യത്തിലും എതിരേൽക്കാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെ ഉണ്ട്. എന്നാൽ ഈ ദൈവം എതിരേൽക്കാനായിട്ട് വരുമ്പോൾ നമ്മൾ ദൈവത്തിനു വേണ്ടി നമ്മളും ദൈവത്തെ എതിരേൽക്കാൻ ഒരുങ്ങുന്നുണ്ടോ? ഞാൻ ആ ഭാഗത്തേക്ക് അവസാനമായിട്ട് കടന്നു വരാം. എന്നെ എതിരേൽക്കുന്നൊരു ദൈവം, അപ്പോൾ തന്നെ ദൈവത്തെ ഞാനും എതിരേൽക്കണം. ഞാൻ ആ ഭാഗത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് മറ്റു ചിന്ത ദൈവമക്കളുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചാൽ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്.
നമ്മളെ ദൈവം പ്രശ്നത്തിന്റെ നടുവിൽ എതിരേൽക്കുന്ന ഒരു ദൈവമാണ്. ശത്രുവിന്റെ മുമ്പിൽ, എന്നെ തകർക്കുമെന്ന് പറയുന്നവരുടെ മുമ്പിൽ എന്നെ എതിരേറ്റ് ശത്രുവിനെ എന്റെ മിത്രമാക്കാൻ എന്റെ ദൈവത്തിന് കഴിയും. നമുക്കറിയാം, യാക്കോബ് ജ്യേഷ്ഠനായ യേശാവിനെ കബളിപ്പിച്ച് ഒരൊറ്റ പോക്ക്, ചരിത്രമൊക്കെ അറിയാവുന്നവർ എന്നെ ഭാഗത്തേക്ക് ഇറങ്ങുന്നില്ല, നീണ്ട 20 വർഷം അമ്മായിയപ്പന്റെ വീട്ടിൽ പാർത്ത് ബഹുസമ്പന്നനായി മടങ്ങി വരുന്ന വരവ്. ഏതോ ദേശത്തോട് വരുമ്പോൾ തനിക്കറിയാം യേശാവ് അവിടെ ഉണ്ട്. അന്ന് യേശാവ് ഒരു വാക്ക് പറഞ്ഞു, ഇവനെ ഞാൻ കൊല്ലും. യാക്കോബിനറിയാം അവൻ കൊല്ലാൻ മടിയില്ലാത്തവനാ, കാരണം മൃഗങ്ങളെ ധാരാളം കൊല്ലുന്നവനാ. പല പെടഞ്ഞും വീഴുന്ന മൃഗത്തെ കണ്ട് മനസാക്ഷി മരവിച്ചവനാ. ഇവന് മനുഷ്യനെ കൊല്ലാനും മടിയില്ല, ഇവൻ കൊല്ലും. ഇത് കണ്ടുകൊണ്ട് യാക്കോബ് അവിടെ നമ്മൾ ഭാഗം വായിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, തനിക്ക് മുമ്പായിട്ട് ദൂതന്മാരെ അയക്കുക. 32-ാം അധ്യായം നമ്മൾ വായിച്ചു വരുമ്പോൾ, ഞാൻ അതെല്ലാം വാക്യം വായിക്കേണ്ട, ഞാൻ പറയുമ്പോൾ വായിച്ചാൽ മതി. അവിടെ നമ്മൾ കാണുന്ന ഭാഗങ്ങളുണ്ട്. യാക്കോബ് യേശാവിന് സമ്മാനം കൊടുത്തു വിടുക. ഒരു നീണ്ട ലിസ്റ്റുണ്ട്. 200 ആട്, 20 കോലാട്ടുകോറ്റൻ, പിന്നെ ഒട്ടകം, കഴുത, കാള, ഇങ്ങനെ ഒരു വലിയ ലിസ്റ്റാ കൊടുക്കുന്നത്. അത് ഞാൻ ഒരു പുസ്തകത്തിൽ അതിങ്ങനെ ഒന്ന് റെഫർ ചെയ്ത് വന്നപ്പോൾ അതിന്റെ വില, ഒരു ചിന്തകൻ എഴുതിയിരിക്കുന്നത് ഇന്നത്തെ വില അനുസരിച്ച് കോടികളുടെ സമ്പാദ്യമാണ്. ഏശാവിന് യാക്കോബ് കൊടുത്ത സമ്മാനം തന്നെ കോടികൾ. അങ്ങനെയെങ്കിൽ യാക്കോബിനുള്ള ആസ്തി എന്തുമാത്രമായിരിക്കും? 20 വർഷം കൊണ്ട് താൻ ബഹുസമ്പന്നനായി വന്നു. ഈ യാക്കോബ് വാഗ്ദത്തം ദൈവത്തിന്റെ ഉണ്ട്, തിരിച്ച് ഞാൻ വീട്ടിലെത്തും, ദൈവം എന്നെ സൂക്ഷിക്കും, ബഥേലിൽ ഒരു ആലയം പണിയും. ഈ വാഗ്ദത്തമുള്ളവൻ, ദൈവത്തിന്റെ നിയോഗമുള്ളവൻ അവിടേക്ക് വരുമ്പോൾ തനിക്ക് മനസ്സിലായി യേശാവ് ഒരുപക്ഷെ എന്നെ ആക്രമിക്കാൻ സാധ്യതയുണ്ട്. താൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ 32-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? പ്രാരംഭത്തിൽ ദൈവത്തിന്റെ ദൂതന്മാർ അവന് എതിരെ വന്നു. ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് ദൈവത്തിന്റെ ദൂതന്മാർ അവനെ എതിരേൽക്കാൻ വന്നു. അങ്ങനെയെങ്കിൽ യാക്കോബ് യാത്ര പോകുമ്പോൾ ആ യാത്രയിൽ യാക്കോബിനെ എതിരേൽക്കാൻ ഇപ്പൊ ആര് വരിക? ദൈവത്തിന്റെ അടുത്ത വാക്യം കൂടെ വായിച്ചേ. ആ ആ മതി. അങ്ങനെയെങ്കിൽ യാക്കോബ് തന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ, തലേ അധ്യായങ്ങളൊക്കെ വായിച്ചാൽ കാണാൻ കഴിയുന്നുണ്ട്, ദൈവത്തിന്റെ നിയോഗമാണ്, നീ നിന്റെ അപ്പന്റെ വീട്ടിൽ പോകണം. ദൈവം പറഞ്ഞ് യാത്രയാകുന്ന യാക്കോബിനെ എതിരേൽക്കാൻ ദൈവം ആരെ വിട്ടു? ദൂതന്മാരെ വിട്ടു. വ്യക്തമായി നമ്മൾ തിരിച്ചറിയണം. ദൈവത്തിന്റെ ശബ്ദം കേട്ടുകൊണ്ട് ദൈവത്തെ അനുസരിച്ച് ദൈവത്തിന്റെ വാക്കിന് മുമ്പിൽ യാത്ര ചെയ്യാൻ തയ്യാറാകാമെങ്കിൽ അവരെ എതിരേൽക്കാൻ ദൈവത്തിന്റെ ദൂതന്മാർ കൂടെ ഉണ്ട്. യാക്കോബെ, നീ ഭയപ്പെട്ട ഇപ്പോൾ പോകുന്നത്, പക്ഷെങ്കിൽ നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ വഴിക്ക് യാത്ര ആരംഭിച്ചപ്പോൾ തന്നെ ദൈവത്തിന്റെ ദൂതന്മാർ യാക്കോബിനെ എതിരേറ്റു. യാക്കോബ് ഇതിനെ കണ്ടുകൊണ്ട് പറയുന്നൊരു വാക്കാണ്, ഇത് ദൈവത്തിന്റെ സേന. ആ സ്ഥലത്തിനിട്ട പേരെന്താ? മഹനീം എന്ന വാക്കിന്റെ അർത്ഥം ഇരട്ടപ്പാളയം എന്നാണ്. അതായത് യാക്കോബിന്റെ സംഘം, ഒരു വലിയ പാളയം വരിക. നമുക്കറിയാമല്ലോ, യാക്കോബ്, ഭാര്യമാര്, മക്കള്, ദാസീദാസന്മാര്, ഒരു വലിയ ഗ്രൂപ്പ് വരുമ്പോൾ അവര് ഇപ്പോൾ എതിരേറ്റത് ദൈവത്തിന്റെ സേനയാണ്. അങ്ങനെയെങ്കിൽ താൻ പറയുകയാണ്, ഇപ്പൊ 2 സംഘങ്ങൾ, 2 പാളയങ്ങൾ ഒന്നിച്ച് കണ്ടുമുട്ടിയ സ്ഥലമാണ് ഏത്? മഹനീം. താൻ ആ സ്ഥലത്തിന് പേരിടുകയാണ് മഹനീം. ദൈവത്തിന്റെ പാളയവും എന്റെ പാളയവും, അഥവാ എന്റെ ഗ്രൂപ്പും ദൈവത്തിന്റെ ഗ്രൂപ്പും ഇപ്പോൾ ഒന്നിച്ചു. ഞാൻ വേഗത്തിൽ ആ ഭാഗത്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഈ 2 ഗ്രൂപ്പ് ഒന്നിച്ചിപ്പോ യാത്ര ചെയ്യുക. അങ്ങനെയെങ്കിൽ ഈ യാത്രയ്ക്ക് മുന്നിൽ പോകുന്നത് ആര് തന്നെയാ? ദൈവത്തിന്റെ സേന. പിന്നിലിപ്പോ ആരുണ്ട്? യാക്കോബുണ്ട്. ഭയന്ന് ജ്യേഷ്ഠൻ കൊല്ലുമെന്ന് ആ മനസ്സിൽ ഭീതി നിറച്ചുകൊണ്ട് യാത്ര ചെയ്യുന്നവനെ ദൈവത്തിന്റെ ദൂതന്മാർ എതിരേറ്റു. താൻ സമ്മാനം കൊടുത്തു വിട്ടു, വാർത്ത അറിയിച്ചു. അപ്പോൾ കാണുന്ന ഒരു വാക്യം കൂടെ നമുക്കൊന്ന് വായിക്കാമോ? അവിടെ 6-ാം വാക്യത്തിലേക്ക് ഒന്ന് വന്നാട്ടെ.
ദൂതന്മാരെന്ന് പറഞ്ഞാൽ അവിടെ ഉദ്ദേശിക്കുന്ന യാക്കോബ് പറഞ്ഞു വിട്ട തന്റെ ദൂതന്മാർ, അതായത് തന്റെ ദൂതുവാഹികൾ, വിവരം അറിയിക്കാൻ വിട്ടവർ. ദൈവത്തിന്റെ ദൂതന്മാരല്ല, താൻ ഏശാവിന്റെ അടുക്കലേക്ക് ആളയച്ച ആ ദൂതന്മാർ. വായിച്ചോളൂ. ആ മതി. വേഗത്തിൽ താഴോട്ടുള്ള ഭാഗങ്ങളൊക്കെ വരുമ്പോൾ യാക്കോബ് തെറ്റിദ്ധരിച്ചു. താൻ പരിഭ്രമിക്കുകയാണ്, കൊല്ലാൻ വരുന്നതാണ് താൻ ധരിച്ചത്. പക്ഷെങ്കിൽ അവിടെ എഴുതിയിരിക്കാൻ പദം എന്തുവാ? യാക്കോബിനെ എതിരേൽക്കാൻ വന്നു. വേഗത്തിൽ ആ ചിന്തയാണെന്ന് പറഞ്ഞ് മുന്നോട്ട് പോട്ടെ. കഥകൾ അറിയാവുന്ന കഥയിൽ ഒന്നും ഇറങ്ങുന്നില്ല. ദൈവത്തിന്റെ നിയോഗപ്രകാരം സ്വന്തം വീട്ടിലേക്ക് പോയവനെ ദൈവത്തിന്റെ ദൂതന്മാർ എതിരേറ്റു കൊണ്ടുപോയവനെ എതിരേൽക്കാൻ ഇപ്പൊ ആര് വരിക? ഏസാവ് വരിക. ഏസാവ് ആരാ? ജ്യേഷ്ഠനാന്ന് നമുക്ക് പറയാം. പക്ഷെങ്കിൽ യാക്കോബിന്റെ മനസ്സിൽ ഇപ്പം ശത്രുവാ. തന്നെ കൊല്ലുമെന്ന് പറഞ്ഞവനാ. കൊല്ലുമെന്ന് പറഞ്ഞവൻ ഇപ്പൊ എന്തോ ചെയ്യുക? എതിരേൽക്കാൻ വരിക. അങ്ങനെയെങ്കിൽ ഞാൻ ഉറപ്പിച്ചോട്ടെ, ദൈവമക്കളെ, മരണഭീതിയൊക്കെ ഉള്ളിൽ നിന്ന് അങ്ങ് മാറിപ്പോണം. അവരും ഇവരും ഏതാണ്ടൊക്കെ ചെയ്യുമെന്നൊക്കെയുള്ള ഭീതിയൊക്കെ അങ്ങ് മാറിപ്പോക്കോണം. കാരണം എന്നെ എതിർത്തവരെ തന്നെ എന്നെ എതിരേൽക്കാൻ ദൈവം വിടുന്നൊരു സമയമുണ്ട്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ നിന്നെ തകർക്കുമെന്നും നശിപ്പിക്കുമെന്നും പറഞ്ഞ ചില വ്യക്തികൾ കാണും. പക്ഷെങ്കിൽ ദൈവത്തിന്റെ സേന നിന്നെ എതിരേറ്റ് നീ ദൈവത്തിന്റെ വചനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് ദൈവത്തിന്റെ ആലോചന പ്രകാരം ചുവട് വെച്ചാൽ നിന്നെ എതിർക്കുമെന്ന് പറഞ്ഞവർ നിന്നെ എതിരേൽക്കാൻ കടന്നു വരും. യെസ്, ഹല്ലേലൂയ. ഈ എതിരേൽക്കാൻ വരുന്നവന്റെ സ്വഭാവം ദൈവം മാറ്റി. ഒരുപക്ഷെ ഇവന്റെ മനസ്സിൽ കൊല്ലണമെന്നുള്ള ഉദ്ദേശം അന്നും കിടപ്പുണ്ട്. പക്ഷെങ്കിൽ യേശാവിനൊരു കാര്യം മനസ്സിലായി, യാക്കോബിനെ എതിരേറ്റുകൊണ്ടുവരുന്നത് സാധാരണക്കാരല്ല, ദൈവത്തിന്റെ സേനയാണ് അവന്റെ മുമ്പിൽ നിൽക്കുന്നതെങ്കിൽ ഞാൻ എതിരെ നിന്നാൽ ശരിയാകത്തില്ല, ഞാനും അവനെ എതിരേറ്റേക്കാം. ഈ പകൽ ഒരു ദൂത് ദൈവമക്കളെ ഞാൻ വിളിച്ചു പറയട്ടെ, നീ ദൈവത്തിന്റെ വാക്ക് കേട്ട് ദൈവശബ്ദത്തിനനുസരിച്ച് ചുവട് വെച്ചാൽ, വീണ്ടും ആവർത്തിക്കുന്നു, എതിർത്ത പലരും നിന്നെ എതിരേൽക്കാൻ വരും. വിശ്വാസത്തോടെ വിളിച്ചു പറ, കർത്താവേ, ഞാൻ അങ്ങയുടെ വചനത്തിന്റെ അടിത്തറയിൽ നിന്നുകൊണ്ട് അങ്ങയുടെ ശബ്ദം കേട്ടുകൊണ്ട് അങ്ങയുടെ പാതയിൽ മുന്നേറാൻ ആഗ്രഹിക്കുമ്പോൾ എനിക്ക് എതിരാളികളില്ല, പകരം എന്നെ എതിരേൽക്കാൻ ദൈവം ചിലരെ ഒരുക്കും. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുകയാണ്. തുറന്നുള്ള ഭാഗത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. നമുക്ക് അതിന്റെ ചരിത്രമൊക്കെ അറിയാവുന്നത്, ഞാൻ അവിടെ ഇറങ്ങുന്നില്ല. അങ്ങനെയെങ്കിൽ ഞാൻ പറഞ്ഞ് അവസാനിപ്പിച്ചോട്ടെ. ദൈവത്തിന്റെ വാക്കനുസരിക്കുന്നവനെ എതിരേൽക്കാൻ ശത്രുവിനെ പോലും ദൈവം മിത്രമാക്കും. അങ്ങനെയെങ്കിൽ ദൈവം എതിരേൽക്കുമോ? ഒരു ചിന്തയോടെ ആ ഭാഗത്തുനിന്ന് പറഞ്ഞ് മുന്നോട്ട് പോകാം. യേശു കർത്താവിന്റെ കല്ലറയ്ക്കിലേക്ക് പോയ സഹോദരിമാർ അധികാലത്ത് ഇരുട്ടുള്ളപ്പോൾ തന്നെ അവർ കല്ലറയ്ക്കിലേക്ക് പോകുന്നു. സുവിശേഷങ്ങളൊക്കെ അത് എഴുതിയിട്ടുണ്ട്. മത്തായി സുവിശേഷത്തിൽ, മത്തായി സുവിശേഷത്തിലെ ഭാഗം ഒന്ന് വായിച്ചാട്ടെ, അവിടേക്ക് മാത്രം നമുക്ക് കടന്നു വരാം. മത്തായി സുവിശേഷം 28 അധ്യായത്തിലേക്ക് വന്നാട്ടെ. 28 അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളൊന്ന് വായിച്ചോളൂ. അതിന്റെ 1 വാക്യം കൂടെ ഒന്ന് വായിച്ചു തരൂ. 28. മതി. യേശുവിന്റെ കല്ലറയ്ക്കലേക്ക് പോകുന്ന യാത്ര സുവിശേഷകന്മാരെല്ലാം അത് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഈ സഹോദരിമാര് യേശുവിന്റെ കല്ലറയ്ക്കലേക്ക് പോകുന്ന യേശുവിനെ കാണാനായിട്ട് അവിടെ വന്നപ്പോൾ കല്ലുരുട്ടി മാറ്റി അതിന്മേലൊരു ദൂതൻ ഇരിക്കുന്നത് കണ്ടു. അവരോർത്തു കാവൽക്കാരാണെന്ന് കണ്ട് ഇവര് ഭയപ്പെട്ടു. ഇനിയും 5 വാക്യത്തിൽ ദൂതൻ വായിച്ചോളൂ. 5 വാക്യം. അവൻ ഇവിടെ ഇല്ല, താൻ പറഞ്ഞതുപോലെ ഉയർത്തെഴുന്നേറ്റു. യേശുവിന്റെ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ ദൂതൻ പറഞ്ഞു, അവൻ ഇവിടെ ഇല്ല, അവൻ ഉയർത്തെഴുന്നേറ്റു. യേശുവിനെ കാണാതെ അവർ മടങ്ങിപ്പോകുന്നു. വായിച്ചോളൂ. മതി. ഭാഗം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ ആരെയാ ഇവരെ എതിരേറ്റ്?
യേശുവിനെ കാണാൻ ചെന്നവര്. കൂടെ നടന്ന 12 ശിഷ്യന്മാർ, ഒരാൾ കേട്ട് ഞാൻ പോയി, ബാക്കി 11 ഉണ്ടല്ലോ. ഇവരെയാണോ യേശു എതിരേറ്റ്? അല്ല. അധികാലത്ത് യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോട് ആ കല്ലറയ്ക്കിലേക്ക് ചെന്ന് യേശുവിനെ കാണാതെ യേശു ഉയർത്തെഴുന്നേറ്റെന്നുള്ള വാർത്ത കേട്ടുകൊണ്ട് ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടെ ഓടിപ്പോകുന്നവരെ യേശു എതിരേറ്റു. ഇന്ന് പകൽ ദൈവമക്കളെ തിരിച്ചറിയണം, യേശുവിനെ കാണാൻ ആഗ്രഹത്തോട് സാഹചര്യം എന്തുമാകട്ടെ, കല്ലറയാകട്ടെ, ഇരുട്ടാകട്ടെ, പട്ടാളമാകട്ടെ, കാവലുണ്ട്, ഇതൊന്നും വകവയ്ക്കാതെ യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോടെ യേശുവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരാമെങ്കിൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവരെ യേശു എതിരേൽക്കും. യെസ്, ഹല്ലേലൂയ. ഇന്ന് പകൽ നമുക്ക് ആ ബോധ്യം ഉണ്ടാകണം, ഞാൻ ദൈവസന്നിധിയിൽ വന്നത് വെറുതെ അല്ല. ആവലോട് ആവേശത്തോടെ ദൈവത്തെ കാണാനായിട്ട്, ദൈവത്തെ ആരാധിപ്പാനായിട്ട്, ആ കാൽക്കൽ ചില സുഗന്ധവർഗം അർപ്പിപ്പാനായിട്ട്, ദൈവത്തിന്റെ പാദപീഠത്തിൽ നിന്ന് ചിലത് പ്രാപിപ്പാനായിട്ട്, ആ ദൈവത്തിന് അർപ്പിക്കാൻ വന്നവരെ എതിരേൽക്കുന്നൊരു ദൈവമായ എന്റെ ദൈവം. കൃപ, ദൈവകൃപ, ഹല്ലേലൂയ. നമുക്ക് ദൈവത്തോട് അങ്ങനെ പ്രാർത്ഥിക്കാം, കർത്താവേ എന്നെ എതിരേൽക്കാൻ ഒരു യേശുവുണ്ട്. യെസ്, ഹല്ലേലൂയ. ഞാൻ യേശുവിനെ കാണാൻ ചൊല്ലാമോ, എന്നെ എതിരേൽക്കാനായിട്ട് യേശു വരും. സാഹചര്യം എന്തുമാകട്ടെ. ഞാനൊന്നുകൂടെ പറഞ്ഞോട്ടെ, കൂടെ നടന്ന ശിഷ്യന്മാരെ അല്ല യേശു എതിരേറ്റത്. അവർ പിന്നീടാണ് വരുന്നത്. ഈ വാർത്ത അറിഞ്ഞുകൊണ്ടാണ് അവർ വരുന്നത്. എന്നാൽ യേശു എതിരേറ്റത് തന്നെ കാണാൻ ബന്ധപ്പെട്ട ഓടിയെത്തിയവരെയാ. ഇന്ന് പകൽ അതൂത് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ചോട്ടെ, ബദ്ധപ്പാടോട്, ആഗ്രഹത്തോട്, താല്പര്യത്തോട്, യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹത്തോട് വരുന്നവര് തീർച്ചയായിട്ടും എന്റെ കർത്താവ് എതിരേറ്റിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. സമയത്തിന്റെ പരിമിതി ഉള്ളത് കൊണ്ട് ഞാൻ വേഗത്തിൽ എന്റെ വാക്കുകളിലൂടെ വിരാമം കൊടുക്കുകയാണ്. ദൈവത്തിനു വേണ്ടി നിൽക്കുന്ന തന്റെ മക്കളെ ഈ ലോകം എപ്പോഴും എതിരേൽക്കണമെന്നില്ല. ലോകം പലപ്പോഴും നമുക്കെതിരാണ്. നാം ഇവിടെ എന്തൊക്കെ ചെയ്താലും ലോകം നമ്മളെ എതിരേൽക്കത്തില്ല. കാരണം നമ്മൾ ഇവിടുത്തുകാരല്ല. വർഷങ്ങൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിൽ നിന്ന് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടി ആഫ്രിക്കയിലേക്ക് കടന്നുപോയ ഒരു ഭക്തൻ ദീർഘവർഷങ്ങൾ താൻ അവിടെ മിഷണറി ആയിട്ട് കർത്താവിന്റെ വേല ചെയ്തു. നാട് വിട്ടു, വീട് വിട്ടു, വീട്ടുകാരെ എല്ലാം വിട്ടു. ഇന്നത്തെ പോലുള്ള വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നുമില്ല. നാടിനെ കുറിച്ച് വിവരങ്ങളൊന്നുമില്ല. കത്ത് പോയാൽ പോലും മാസങ്ങൾ എടുക്കും ചെല്ലാൻ. കപ്പൽ മാർഗം വേണം കത്തി ചെല്ലാൻ. തൻ്റെ വീട്ടിൽ പലര് ആ സമയത്ത് ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. വീട്ടിൽ ഒത്തിരി സന്തോഷങ്ങൾ നടന്നു, വിവാഹങ്ങൾ നടന്നു. ഇതൊന്നും ഇദ്ദേഹം അറിയാൻ കഴിയുന്നില്ല. ഇദ്ദേഹം വനത്തിലാണ്. ഇനി അഥവാ കത്തയച്ചാൽ പോലും ഇദ്ദേഹത്തിന് കിട്ടണമെന്ന് നിർബന്ധമില്ല. ഇങ്ങനെ വർഷങ്ങൾ ആഫ്രിക്കൻ വനാന്തരങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ട ഭക്തൻ തൻ്റെ വാർദ്ധക്യത്തിലെത്തിയപ്പോൾ ഇനി തന്നെ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ല. താൻ അതുപോലെ ക്ഷീണിതനായപ്പോൾ തിരിച്ച് ഇംഗ്ലണ്ടിലേക്ക് താൻ മടങ്ങുക. താൻ അവിടെയുള്ളവരോട് യാത്ര പറഞ്ഞു, എൻ്റെ സ്വന്തം നാട്ടിലേക്ക് ഞാൻ മടങ്ങുന്നു. തൻ്റെ നാട്ടിൽ തന്നെ യാത്രയാക്കിയത് വളരെ ഗംഭീര യാത്രയപ്പൊക്കെയാണ് നൽകിയത്. താൻ മടങ്ങി വരുന്ന വാർത്ത അറിയിക്കാൻ മാർഗമൊന്നുമില്ല. പക്ഷെങ്കിൽ താൻ വരുന്നപ്പോൾ ആ തുറമുഖം മുഴുവൻ അലങ്കരിച്ചിട്ടിരിക്കുന്നു. ഭയങ്കര ലൈറ്റ് അറേഞ്ച്മെന്റും ഒരു ആരെയോ സ്വീകരിക്കാനുള്ളതായ ഭയങ്കര ഒരു ക്രമീകരണം കണ്ടപ്പോൾ താൻ ഉള്ളിൽ സന്തോഷിച്ചു. ദൈവമേ, ദീർഘവർഷത്ത് എൻ്റെ മിഷൻ പ്രവർത്തനം അവസാനിപ്പിച്ച് ഞാൻ ഈ നാട്ടിലേക്ക് വന്നപ്പോൾ എൻ്റെ നാട് എന്നെ സ്വീകരിക്കാൻ കാത്തിരിക്കുന്നു. ഈ ചിന്തയോട് താൻ കപ്പൽ ഇറങ്ങി വന്നിട്ട് അവിടെ ഒത്തിരി പേര് നിൽപ്പുണ്ട്, പൂച്ചണ്ടുമായി നിൽക്കുന്നുണ്ടെങ്കിലും ആരും ഇദ്ദേഹത്തെ മൈൻഡ് ചെയ്തില്ല. ഇദ്ദേഹം ശാന്തമായിട്ട് ഇറങ്ങിപ്പോയി. ആരോട് ചോദിച്ചു, വലിയ സ്വീകരണ വേദിയൊക്കെ ഒരുക്കിയല്ലോ, ആരും എന്താ എന്നോടൊരു വാക്ക് പോലും പറയാഞ്ഞത്? അപ്പോൾ അവിടെ വന്നിട്ട് പറഞ്ഞു, തൊട്ടു പുറകെ മറ്റൊരു കപ്പൽ വരുന്നുണ്ട്. നമ്മുടെ രാജാവ് ഒരു ദേശത്ത് പോയിരിക്കുകയാണ്. അദ്ദേഹം മടങ്ങി വരുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയാണ് ഈ ഒരുക്കങ്ങളൊക്കെ.
ഈ മനുഷ്യൻ ദൂരെ നിന്ന് കണ്ടപ്പോൾ ഓർത്തു എന്നെ സ്വീകരിക്കാനായി ഒരുക്കം. പക്ഷെ വേഗത്തിൽ തനിക്ക് മനസ്സിലായി തന്നെ സ്വീകരിക്കാനല്ല, രാജാവിനെ സ്വീകരിക്കാനാ. തന്റെ ഉള്ളിലേക്ക് ഭയങ്കര ദുഃഖം വന്നു. താൻ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, കർത്താവേ, ദീർഘവർഷങ്ങൾ എന്റെ ആരോഗ്യം, എന്റെ ആയുസ്, എന്റെ കഴിവ്, എന്റെ സൗകര്യങ്ങളെല്ലാം വെടിഞ്ഞ് ആ വനാന്തരത്തിൽ അങ്ങയ്ക്ക് വേണ്ടി അധ്വാനിച്ചു മടങ്ങി വന്നപ്പോൾ എന്നെ സ്വീകരിക്കാൻ ആരുമില്ലല്ലോ. അപ്പം കർത്താവ് അദ്ദേഹത്തിന് കൊടുത്തൊരു മറുപടി, നീ ഇവിടുത്തുകാരനല്ല. ഇവിടുത്തെ രാജാവിനെ ഇവിടുത്തെ ജനം സ്വീകരിക്കും. നീ ഉയരത്തിലേക്കുള്ളവനാ. ഇവിടെ വരുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ ചിലരുണ്ട്. അവിടെ വെച്ച് അദ്ദേഹം എഴുതിയൊരു പാട്ടാണ്, ദൂതസംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിൽക്കുന്നേ. നമുക്കറിയാമല്ലോ, അതിന്റെ മലയാളം പരിഭാഷ നമ്മൾ പാടുന്നുണ്ട്. അന്ന് ദൈവം അദ്ദേഹത്തിന് കൊടുത്തൊരു പാട്ടാണ്, നിന്നെ എതിരേൽക്കാൻ ഒരു സംഘം ഉയരത്തിൽ കാത്തിരിപ്പുണ്ട്. ദൈവമക്കളെ വളരെ ഗൗരവത്തോടെ ഓർക്കണം, ഇവിടെ ചിലപ്പോൾ പലതിനും നമുക്ക് എതിരേൽപ്പ് കിട്ടിയെന്ന് വരത്തില്ല. ഈ ലോകത്തിൽ കർത്താവിന് വേണ്ടി ചെയ്തതിന് പോലും. യെസ്, ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, കർത്താവിന് വേണ്ടി അധ്വാനിക്കുന്ന എത്രയോ പ്രിയപ്പെട്ടവർ നമ്മുടെ ദേശത്തുണ്ട്. എല്ലാവർക്കും ലോകം എതിരേൽപ്പ് കൊടുക്കണമെന്നില്ല. എന്നാൽ ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം, എന്നെ എതിരേൽപ്പാൻ ഒരു സംഘം ഉയരത്തിൽ കാത്തു നിൽപ്പുണ്ട്. ആ സംഘം എന്നെ എതിരേൽക്കുന്ന ഒരു സമയമുണ്ട്. എന്റെ കർത്താവ് വരുമ്പോൾ, അഥവാ എന്റെ മരണത്തോടുകൂടെ ഞാൻ നിത്യതയിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്നെ എതിരേൽക്കാൻ കാത്തു നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് അവിടെ ഉണ്ട്. ആ ബോധ്യം ദൈവമക്കളെ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകണം. നമ്മൾ പറയണം, എന്നെ എതിരേൽക്കാൻ ഉയരത്തിൽ ഒരു സംഘമുണ്ട്. യെസ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് ആ വലിയ ബോധ്യം ഉണ്ടാകണം. ഇവിടെ എന്നെ പലരും എതിർത്തെന്നിരിക്കും, വേണ്ട, എനിക്ക് എതിരേൽപ്പ് കിട്ടുന്നില്ല, സാരമില്ല. പക്ഷെ എന്നെ എതിരേൽക്കുന്ന ഒരു ദൈവമുണ്ട്. കൃപ, ദൈവകൃപ. ആ വലിയ ബോധ്യത്തോട് നമുക്ക് ആ ദൈവസന്നിധിയിലായിരിക്കാൻ കർത്താവ് ഇടയാക്കട്ടെ. ഒരു ഭാഗം കൂടെ പറഞ്ഞ് എന്റെ വാക്ക് അവസാനിപ്പിക്കുകയാണ്. നമ്മളെ എതിരേൽപ്പാൻ ഉയരത്തിൽ ദൈവവും തന്റെ ദൂതന്മാരും കാത്തിരിക്കുന്നു. എന്നാൽ ദൈവത്തെ എതിരേൽക്കാൻ നമ്മൾ തയ്യാറായോ? നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് പരിശോധിക്കണം. ദൈവത്തെ എതിരേൽപ്പാൻ ഞാൻ സന്നദ്ധനായോ? മത്തായി സുവിശേഷം നിർത്താട്ടെ. നമുക്കറിയാവുന്ന ഒരു വാക്യം തന്നെ വായിക്കാം. 25-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. ആ ചരിത്രം നമുക്കറിയാമല്ലോ. അതിന്റെ 10-ാമത്തെ വാക്യം കൂടെ വായിച്ചേ. ആ മതി. അങ്ങനെയെങ്കിൽ അവിടെ 1-ാം വാക്യത്തിൽ വായിച്ചത്, 100 വായിച്ചു 1-ാം വാക്യം. മണവാളനെ എതിരേൽക്കാൻ പുറപ്പെടുന്ന ഒരു സംഘം. അവിടെ വായിച്ചു വന്നപ്പോൾ നമ്മൾ കണ്ടു, ഒരുങ്ങിയിരുന്നവർ അവനോടുകൂടെ മണിയറയിൽ ചേർക്കപ്പെട്ടു. അങ്ങനെയെങ്കിൽ മണവാളനെ എതിരേൽക്കാനുള്ളൊരു ഒരുക്കം ഉണ്ടാകണം. ആദ്യ ഭാഗത്ത് നിന്ന് ഞാൻ 2-ാം ഭാഗത്തേക്ക് വരികയാണ്. ആദ്യ ഭാഗം, ദൈവം നമ്മളെ എതിരേൽക്കും, ദയ കൊണ്ട് എതിരേൽക്കും, യേശു നേരിട്ട് എതിരേൽക്കും. എന്നാൽ ഈ ഭാഗത്ത് നമ്മൾ തിരിച്ചറിയണം, ഞാൻ ദൈവത്തെ എതിരേൽക്കാൻ പോവാ. ഞാൻ എൻ്റെ ദൈവത്തെ എതിരേൽക്കാനായിട്ട് എന്നെ തെരഞ്ഞെടുത്തു. വിളക്കെടുത്തും കൊണ്ട് മണവാളനെ എതിരേൽക്കാൻ പുറപ്പെടുന്ന 10 കന്യകമാരുടെ ചരിത്രം ഇവിടെ പറയുന്നുണ്ട്. വേർപെട്ട 10 പേർ, ഈ ലോകത്തിൽ നിന്നും സെലക്റ്റഡ്, ദൈവം സെലക്ട് ചെയ്ത തെരഞ്ഞെടുത്ത 10 പേർ. എന്നാൽ അതിലൊരു പ്രശ്നമുണ്ടായത്, 5 പേർ ഒരുങ്ങിയിട്ടില്ലായിരുന്നു. ഇന്ന് പകൽ ദൈവമക്കളെ വ്യക്തമായി ആ ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടാകട്ടെ. തെരഞ്ഞെടുക്കപ്പെട്ടവരാ നമ്മൾ. ലോകത്തിൽ നിന്ന്, സമുദായത്തിൽ നിന്ന്, ആ കുടുംബത്തിൽ നിന്ന്, നമ്മളായിരുന്ന പശ്ചാത്തലത്തിൽ നിന്നൊക്കെ ദൈവം നമ്മളെ തെരഞ്ഞെടുത്ത് വേർപെടുത്തി നിർത്തിയിരിക്കുകയാണ്. എന്തിനു വേണ്ടി? മണവാളനെ എതിരേൽക്കാൻ വേണ്ടി. ദൈവം എന്നെ തെരഞ്ഞെടുത്ത് മാറ്റി നിർത്തിയിരിക്കുമ്പോൾ ഞാൻ ഒരുങ്ങിയിട്ടുണ്ടോ? ഇന്ന് പകൽ ഒരു നിമിഷം ഒന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്താട്ടെ. എതിരേൽപ്പാൻ പുറപ്പെട്ട 5 പേർ കൈവിടപ്പെട്ടു പോയി. ഇന്ന് പകൽ ദൈവമക്കളെ,
എതിരേൽക്കാനായിട്ട്, യേശുവിനെ എതിരേൽക്കാനായിട്ട് കാത്തു നിൽക്കുന്ന ദൈവമക്കളോട് ദൈവത്തിന്റെ ആത്മാവിൽ ആ ചോദ്യം ഞാൻ വീണ്ടും ചോദിക്കുന്നു. മണവാളനെ എതിരേൽക്കാൻ നീ കാത്തു നിൽക്കുന്നുണ്ട്? മണവാളനെ എതിരേൽക്കാൻ നീ ഒരുങ്ങിയിട്ടുണ്ടോ? കൃപ, ദൈവകൃപ. ഇല്ല എങ്കിൽ ദൈവത്തോട് പറ, കർത്താവേ, എണ്ണ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ എണ്ണ നിറയ്ക്കണം കർത്താവേ. എനിക്ക് മണവാളനെ എതിരേൽക്കണം കർത്താവേ. എതിരേറ്റാൽ മാത്രം പോരാ, മണവാളനോടൊപ്പം എനിക്ക് പാർക്കണം. ആ മണിയറയിൽ എനിക്ക് വാസിക്കണം കർത്താവേ. അതിനുവേണ്ടിയുള്ള ഒരുക്കം എനിക്ക് തരണമേ. നമുക്ക് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഒരു നാൾ മധ്യാകാശ മൈതാനിയിൽ ആ കാഹളം മുഴങ്ങുമ്പോൾ ദൈവത്തെ എതിരേൽക്കാൻ കടന്നു പോകേണ്ടവരാ നാം ഓരോരുത്തരും. ആ വലിയ ബോധ്യമുണ്ടാകണം. കർത്താവിന്റെ വരവ് എപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാ. അതെപ്പോൾ സംഭവിച്ചാലും, അതിനു മുമ്പ് ഒരുപക്ഷെ നമ്മുടെ മരണം സംഭവിച്ചാൽ നമ്മൾ ദൈവത്തെ എതിരേൽക്കാൻ കടന്നു പോകേണ്ടവരാണ്. 1 തെസ്സലോനിക്കർ 4-ാം അധ്യായത്തിലേക്ക് ഒന്ന് വന്നിട്ട് ആ വാക്യം കൂടെ വായിച്ചാൽ അവസാനിപ്പിച്ചേക്കാം. 4-ാം അധ്യായത്തിന്റെ 16-17 വാക്യങ്ങളൊന്ന് വായിച്ചാണ്ട്. കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുകയും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അങ്ങനെയെങ്കിൽ ദൈവമക്കളെ തിരിച്ചറിയണം, കർത്താവിനെ എതിരേൽപ്പാൻ ഞാൻ പുറപ്പെടുന്ന ഒരു പുറപ്പാടുണ്ട്. എന്നെ എതിരേൽക്കാൻ എൻ്റെ യേശു വരുന്നുണ്ട്. ഈ ഭൂമിയിൽ പലയിടത്തും യേശു എന്നെ എതിരേറ്റിട്ടുണ്ട്, തന്റെ ദൂതന്മാരെന്നെ എതിരേറ്റിട്ടുണ്ട്, എന്നെ സഹായിച്ചിട്ടുണ്ട്. എന്നാൽ മറുവശം മറക്കരുത്, ഞാൻ എൻ്റെ ദൈവത്തെ എതിരേൽപ്പാൻ തയ്യാറായിട്ടുണ്ടോ? ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്ന. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളൊന്നും അടയ്ക്കാം. യെസ്, ഹല്ലേലൂയ. മണവാളനെ എതിരേൽക്കാനായിട്ട് വേർപെട്ടവർ, തെരഞ്ഞെടുക്കപ്പെട്ടവർ. ഒരുക്കം പൂർത്തിയായിട്ടുണ്ടോ? ഇന്ന് പകൽ നമ്മൾ നമ്മളെ ഒന്ന് ശോധന ചെയ്താട്ട്, യേശുവേ, അങ്ങ് കാഹളനാദത്തോട് മധ്യാകാശത്തേക്ക് വരുമ്പോൾ ആ എതിരേൽക്കാൻ പുറപ്പെടുന്ന കൂട്ടത്തിൽ, കർത്താവേ, എതിരേൽപ്പിനുള്ള ഒരുക്കം എന്റേത് എത്രമാത്രമായിട്ടുണ്ട്? നമ്മെ തന്നെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. ഈ ദിവസങ്ങളിൽ ലോക സംഭവങ്ങൾ വിളിച്ചു പറയുന്നു. കർത്താവിന്റെ വരവ് എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. കർത്താവ് താൻ ഗംഭീരനാദത്തോട്, പ്രധാന ദൂതന്റെ ശബ്ദത്തോട്, ദൈവത്തിന്റെ കാഹളത്തോട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. എല്ലാ മരിച്ചവരുമല്ല, ക്രിസ്തുവിൽ മരിച്ചവർ. ദൈവവചന വ്യവസ്ഥ പ്രകാരം ജീവിച്ച്, ദൈവവചന വ്യവസ്ഥ പ്രകാരം മരിച്ച് കർത്താവിനോട് ചേർന്ന പ്രിയപ്പെട്ടവർ ആ കാഹളനാദത്തിങ്കൽ കല്ലറകളെ ഭേദിച്ചുകൊണ്ട് അവർ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവനെ എതിരേൽക്കേണ്ടതിന്, നാമം അവനെ എതിരേൽക്കേണ്ടതിന് മധ്യാകാശത്തിലേക്ക് ഉയർത്തപ്പെടുമെങ്കിൽ, എടുക്കപ്പെടുമെങ്കിൽ, ഇന്ന് പകൽ ദൈവമക്കളെ ഞാൻ എൻ്റെ വാക്ക് ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ദൈവത്തോട് പറയാം, കർത്താവേ, യേശുവിനെ എതിരേൽപ്പാൻ എന്നെ ഒന്ന് ഒരുക്കണമേ. നമുക്കൊരുമിച്ച് ഒന്ന് സ്തോത്രം ചെയ്യാം. എല്ലാ പ്രിയപ്പെട്ട ദൈവത്തോട് പ്രാർത്ഥിച്ചാട്ടെ. എൻ്റെ കർത്താവിനെ എതിരേൽപ്പാനായിട്ട് ഞാൻ റെഡി ആയിട്ടുണ്ടോ? എപ്പോഴാണ് മണവാളൻ വരുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ആ മണവാളന്റെ വരവ് എപ്പോൾ സംഭവിച്ചാലും ആ മണവാളിനെ എതിരേൽപ്പാനുള്ള ഒരുക്കം എനിക്കുണ്ടോ കർത്താവേ? ആ കൈവിടപ്പെട്ടു പോയ കന്യകമാരെ പോലാകാൻ ഇടവരരുത്. തെരഞ്ഞെടുക്കപ്പെട്ടവരാ, വേർപെട്ടവരാ. ബന്ധുക്കളുടെ നടുവിൽ നിന്നും ചർച്ചക്കാരുടെ നടുവിൽ നിന്നും പലരും തള്ളിയവരാ. അവർ മാത്രം ഭക്തർ, അവർ മാത്രം വിശുദ്ധര്, അവര് മാത്രമേ ഉള്ളെന്ന അവരുടെ ധാരണ എന്നൊക്കെ പലതും പറഞ്ഞ് നമ്മള് പലരും മാറ്റി നിർത്തിയിട്ടുണ്ട്. എന്നാൽ ദൈവമക്കളെ, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, മണവാളനോടൊപ്പം മണിയറയിൽ പ്രവേശിച്ചില്ല എങ്കിൽ എതിരേൽപ്പാൻ വിളക്കുമെടുത്ത് ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് അർത്ഥമൊന്നുമില്ല. നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഒരുങ്ങിയിരിക്കാനുള്ള കൃപ എനിക്ക് തരണം കർത്താവേ. കൃപ, ദൈവകൃപ. ഈ ദിവസങ്ങൾ അതിനു വേണ്ടിയുള്ള ഒരുക്കത്തോട് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിപ്പാനായിട്ട് വലിയവനായ കർത്താവ് നമുക്കിടയാക്കട്ടെ. ഈ വചനം അതിനൊരു മുഖാന്തരമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ വിരാമം കൊടുക്കുന്നു. ദൈവം നമ്മളെ ഇവരെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ.